ഹലോ എവ്രിവൺ. നമ്മൾ ഇന്ന് മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴയിലാണ് എത്തി നിൽക്കുന്നത്. ആതുര സേവന രംഗത്തേക്ക് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന സ്ഥാപനമാണ് പാലാ ബ്രില്യൻ. ആ ബ്രില്യന്റിന്റെ ഒരു സന്തോഷമല്ല, ഇരട്ടി സന്തോഷമാണ് നമ്മുടെ കൂടെയുള്ളത്, ഇർഫാൻ ആൻഡ് ഇഹ്സാൻ. ഇവരുടെ ചെറിയ വിശേഷങ്ങളിലേക്ക് നമുക്കറിയാം. സോ പേരുണ്ടല്ലേ, ഒരു കുടുംബത്തിലെ രണ്ട് പേരാണ് ഈ ഒരു നേട്ടം കൈവരിച്ച് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. സോ നിങ്ങൾക്ക് ഫസ്റ്റ് റിസൾട്ട് വന്നപ്പോ ഒരാൾക്കല്ല രണ്ടുപേർക്കും ഒരേപോലെ കിട്ടിയപ്പോഴത്തേക്കും എന്തായിരുന്നു നിങ്ങളുടെ റെസ്പോൺസ് എന്ന് പറയുന്നത്? ഒരുപാട് സന്തോഷം തോന്നി. അൽഹംദുലില്ലാ, അവര് കഷ്ടപ്പെട്ടതിനും നമ്മളെ പ്രാർത്ഥനയ്ക്കൊക്കെ ഒരു ഫലം കിട്ടിയെന്നാണ് ആ സമയത്ത് തോന്നിയത്. അവര് വളരെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യവും നല്ല മാർക്കിൽ എത്തിയിട്ടുണ്ടായിരുന്നു. 600 മാർക്കിന്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ചെറിയൊരു മാർക്കിനാണ് അന്ന് കിട്ടാണ്ട് പോയത്. അപ്പൊ എന്നിരുന്നാലും അത് കഷ്ടപ്പെട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുകയും രണ്ടുപേരും ബ്രദറും സിസ്റ്റർ ആയതുകൊണ്ട് ആ ഒരു സന്തോഷം ഞങ്ങളുടെ കുടുംബത്തിന് മൊത്തം ഉണ്ട്. പിന്നെ അങ്ങനെ കിട്ടി എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. അത് ഫാമിലിയൊക്കെ മൊത്തത്തിൽ ആ ഒരു സന്തോഷത്തിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. പിന്നെ ഇപ്പൊ ഗൾഫിലാണ്, അനിയന്മാർ ഇപ്പൊ പ്രോഗ്രാം ഒക്കെ ആയതുകൊണ്ട് ഇങ്ങനെ പോയതാണ്. ഏതായാലും വളരെ സന്തോഷം. സോ ഇർഫാനയുടെ സ്കോർ എങ്ങനെയായിരുന്നു? എന്റെ സ്കോർ 690, എയർ 3335. ഇസാന്റെയോ? 695, 2122. സോ നമ്മളിപ്പോ ഒട്ടേറെ സ്ഥാപനങ്ങളുണ്ടല്ലേ ഈ രംഗത്ത് തന്നെ. എന്തുകൊണ്ടാണ് നിങ്ങൾ ബ്രില്യന്റ് തന്നെ ചൂസ് ചെയ്തത്? ബ്രില്യന്റ് ചൂസ് ചെയ്യാൻ കാരണം ഇവിടുത്തെ അതായത് ഇവരെ കസിൻസ് എല്ലാവരും ബ്രില്യന്റിൽ പഠിച്ചിട്ട് അവരുടെ ലക്ഷ്യം നേടിയെടുത്ത ആൾക്കാരാണ്. അപ്പൊ പിന്നെ നമുക്ക് വേറെ ഓപ്ഷനൊന്നും നമുക്ക് നോക്കാനില്ല. അവിടെ പോയ ആൾക്കാരുടെ അഭിപ്രായം പിന്നെ നമ്മൾക്ക് അറിയാവുന്ന ഒരു കാര്യമായതുകൊണ്ട് ബ്രില്യന്റ് തന്നെ തെരഞ്ഞെടുത്തത്. നിങ്ങളുടെ രണ്ടുപേർക്കും ഈ ഒരു വർഷം ബ്രില്യൻ പഠിച്ചതിനുള്ള എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ബ്രില്യന്റ് നല്ല ഫാക്കൽറ്റിയാണ്, നല്ല ടീച്ചേഴ്സ്, നല്ല സപ്പോർട്ടീവ് ആയിരുന്നു എല്ലാവരും. നല്ല പഠിക്കാനുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ടായിരുന്നു. ബ്രില്യനില് എൻ്റെ ക്ലാസ് ടീച്ചർ വിഷ്ണുപ്രിയ മിസ് ആയിരുന്നു. മിസ് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. പിന്നെ വാർഡൻ മിനി മിസ്സും എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഡയറക്ടർ സ്റ്റീഫൻ സാറ്, പിന്നെ കോർഡിനേറ്റർ ജോസഫ് സാറ്, എല്ലാവരും നമുക്ക് എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് പറഞ്ഞു തരും ഇങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ. അപ്പൊ എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ കസിൻസ് ഒക്കെ ഫാമിലിയിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. സോ ഡോക്ടർ ആവുക എന്നുള്ള ഒരു ആഗ്രഹം നിങ്ങൾക്ക് സ്വയമായിട്ട് തോന്നിയതാണോ, അതോ ഇങ്ങനെ ആരെങ്കിലും ഇൻഫ്ലുവൻസ് വഴി നിങ്ങൾക്ക് അത് രൂപം വന്നതാണോ ആ ഒരു വിഷ് എന്ന് പറയുന്നത്? ഡോക്ടർ പറഞ്ഞാല് ഞങ്ങളെ മൂത്താപ്പ ഡോക്ടറാണ്. അപ്പോൾ മൂത്താപ്പ കിട്ടുന്ന ഒരു റെസ്പെക്റ്റും സൊസൈറ്റിയിലുള്ള ഒരു ഇതൊക്കെ കണ്ടപ്പോൾ ഡോക്ടർ ആവാൻ തന്നെ തോന്നി. പിന്നെ പാരന്റ്സിനും അത് തന്നെ ആഗ്രഹം. കസിൻസും എല്ലാവരും നല്ല പഠിച്ച് ഡോക്ടർമാരൊക്കെ ആകുമ്പോൾ നമുക്കും സ്വാഭാവികമാണെന്ന് തോന്നി. പിന്നെ ബയോളജി നല്ല ഇഷ്ടമായിരുന്നു സബ്ജക്ട്, അതുകൊണ്ട് MBBS പഠിക്കാൻ തീരുമാനിച്ചു. ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്കൊരു ആഗ്രഹം ഉണ്ടാവത്തില്ലേ, ഇപ്പൊ ഡോക്ടർ ആവുന്നതിനോടൊപ്പം തന്നെ അത് പഠിക്കാനായിട്ട് ഒരു നല്ലൊരു കോളേജ് നമ്മൾ ചൂസ് ചെയ്യുക, അവിടെ പഠിക്കുക എന്നൊക്കെ ഉള്ളൊരു. കാരണം നിങ്ങൾ ഒരു 5 വർഷം, ഒരു 5 തൊട്ട് 7 വർഷം നിങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട് പഠിക്കാനായിട്ട് മാത്രമായിട്ട്. സോ നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ഡ്രീം ക്യാമ്പസ് ഏതാണ്? ഇവിടെ വീടിന് അടുത്തായതുകൊണ്ട് മാത്രമല്ല, അല്ലെങ്കിൽ തന്നെ പണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആണ് ഡ്രീം ക്യാമ്പസ് ആയിട്ടുള്ളത്. ഇർഫാന്റെയും സെയിം. കേരളത്തിൽ പഠിച്ചാൽ മതി, ട്രിവാൻഡ്രം അല്ലെങ്കിൽ കോഴിക്കോട് ഏത് നല്ലൊരു കോളേജിൽ ചേർന്നോളൂ. സോ നമ്മൾ സാധാരണ വീട്ടിൽ സിബ്ലിങ്സ് ഒക്കെ ആയിരിക്കുമ്പോഴത്തേക്കും ചെറിയ ചെറിയ പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ. സോ ഇവര് പഠന കാര്യത്തിൽ എങ്ങനെയായിരുന്നു? രണ്ടുപേരും ചെറുപ്പം മുതലേ തൊട്ട് ഇപ്പൊ ഈ നീറ്റിന്റെ ഒക്കെ എത്തുന്ന വരെ പഠന കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? പഠിക്കാന്ന് പറഞ്ഞാല് പഠിക്കാൻ ഇരിക്കുമ്പോ അവര് അത്യാവശ്യം നന്നായിട്ട് പഠിക്കും. അതല്ലെങ്കിൽ പിന്നെ അവർക്ക് കളിക്കുക എന്നുള്ളത് തന്നെയാണ്. ഫുട്ബോൾ കളിക്കുക, അല്ലെങ്കിൽ കിടന്നുറങ്ങുക, അങ്ങനെ ആ ഒരു ലെവലിൽ തന്നെയാണ്. സ്കൂളിംഗ് ഒക്കെ ഇവരുടെ സ്കൂളിംഗ് അവര് ഇവിടെ MES പഠിച്ചിട്ടുണ്ടായിരുന്നത്. കുഴപ്പമില്ല, ക്ലാസ്സിൽ നല്ല മാർക്കൊക്കെ വാങ്ങിച്ചിട്ട് തന്നെയാണ് അവർ വന്നിട്ടുള്ളത്. 10th ഇവള് സ്കൂൾ ടോപ്പർ ആയിരുന്നു, അത്യാവശ്യം മാർക്ക് ഉണ്ടായിരുന്നു. എത്ര കളിച്ചാലും പഠിക്കുമായിരുന്നു. അത്യാവശ്യം കളിയും പഠനവും കൂടി കൊണ്ടുപോയ ആളുകളാണ്. ഇർഫാനുടെയും ഇൻസാന്റെ ആഗ്രഹം പോലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ പഠിക്കാൻ പറ്റട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.